ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1650. ഇന്ന് ജൂലൈ മാസം 7-ാം തീയതി 189-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. എന്റെ പ്രവൃത്തികൾ മൂലം ക്രിസ്തു നാമം മഹിമപ്പെടുന്നുണ്ടോ? ക്രിസ്തുവിന്റെ മുഖം കുറച്ചുകൂടി മൗക്തീകരിക്കപ്പെടുന്നുണ്ടോ? അതോ എന്റെ പ്രവൃത്തികൾ മൂലം ക്രിസ്തുനാമം വികൃതമാവുകയാണ്, മലിനമാവുകയാണ്? ഓരോരുത്തരും സ്വയം ഒന്ന് ചോദിക്കേണ്ടതാണ്. ക്രിസ്തു നാമം പേറുന്ന ഓരോരുത്തരും ക്രിസ്തുയേശുവിന്റെ ഭക്തരും ശിഷ്യരുമായ നമ്മൾ ഓരോരുത്തരും. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തില് യേശു തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. സംഭവം കുറച്ചേറെ ആപത്തിലേക്ക് എത്തുകയാണ്. എന്നില് സൽപ്രവൃത്തികള് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണമെന്ന്. അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് തോന്നണം. പക്ഷേ എല്ലാം എന്റെ പൊങ്ങച്ചമായിട്ടാണോ മറ്റുള്ളവർക്ക് തോന്നുക? എനിക്കിങ്ങനെ പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി, സ്വയം ഞാനൊരു മിടുക്കനാണെന്ന് അറിയിക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെയാണോ എന്നിൽ മറ്റുള്ളവർ ചില തോന്നലിലേക്ക് എത്തുക? അതോ യേശു എന്നിൽ വസിക്കുന്നുണ്ടെന്നുള്ളതാണ്, എന്നിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്? അതിന് വെളിച്ചം വേണമെന്നുകൂടി യേശു ആഗ്രഹിച്ച് പറയുന്നുണ്ട്. അത് എന്നിൽ മാത്രം പോരാ എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ആ വെളിച്ചം പ്രകാശിക്കണമെന്നും. എന്റെ ദൈവമേ, ക്രിസ്തീയ ജീവിതം വല്ലാത്തൊരു ഉത്തരവാദിത്തം പിടിച്ച ജീവിതമാണ്. എങ്ങനെയാണ്, എവിടെ നിന്നാണ് നമ്മൾ ഓരോരുത്തരും ഇനി ആ ശരിയായ ക്രിസ്തു ജീവിത പാതയിലേക്ക് പ്രവേശിക്കുക? ഓരോരുത്തരുടെയും ഓരോരോ തോന്നലുകളെയൊക്കെ ഒന്നുകൂടി മറികടക്കേണ്ടതുണ്ട്. ചില ബോധ്യങ്ങളെയും സൽപ്രവൃത്തികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മാത്രമല്ല, മറ്റുള്ളവർ അത് കാണുകയും തിരിച്ചറിയുകയും അവർ യേശുവിലേക്ക് ആകൃഷ്ടരായിത്തീരുകയും ചെയ്യണം. ഒരു യേശു ബലത്തിലാണ്, ഒരു യേശുവിന്റെ ഒരു ഊർജത്തിലാണ് ഇതൊക്കെ എന്നിൽ സംഭവിക്കുന്നത്. ഞാനില്ല, എന്നിലുള്ള യേശുവാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുകൂടി ഒരു ബോധ്യം എന്നിലുണ്ടാവണം. അതൊരു വെളിച്ചമായി എന്നിൽ നിന്ന് പ്രസരിക്കുകയും വേണം. ആ വെളിച്ചത്തിലാണ് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. എന്റെ ചെറിയ ജീവിതത്തെ കർത്താവെ അതിനൊന്ന് പാകപ്പെടുത്തേണ്ടത്. ആമേൻ.